കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട് പുഷ്പ ദി റൂൾ സിനിമ തിയേറ്റർ വഴി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സിനിമ ഞാൻ കണ്ടായിരുന്നു കുറച്ച് മുമ്പേ. സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. സുകുമാർ ഒരു KGF ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. കാരണം KGF മോഡലിൽ അതിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കണം എന്ന് പറഞ്ഞാൽ എടുത്തത്. പക്ഷേ അതിൻ്റെ അത്ര കമ്പയർ ചെയ്യാൻ പറ്റൂലെങ്കിലും സിനിമ അത്യാവശ്യം കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റണ്ണിങ് ടൈമാണ്. 3 മണിക്കൂറും 21 മിനിറ്റുമാണ്. ഈ റണ്ണിങ് ടൈമിൽ അനാവശ്യ ഷോട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് സുകുമാർ. അത് എന്തിനു വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചില സംഭവങ്ങൾ എന്ന് വെച്ചാൽ രശ്മിയെ വെറുപ്പിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഒറ്റ സീനിൽ അവർ ഗംഭീരമായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീലീലയുടെ ഡാൻസ്, ഐറ്റം ഡാൻസ് ഹെവി സാധനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും 2 പോസിറ്റീവ് എന്ന് പറയുമ്പം ഈ അല്ലു അർജുനും ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിൽ ഞെട്ടിച്ച് കളഞ്ഞ് ഫസ്റ്റ് ഹാഫ്. കാരണം വെച്ചാൽ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ തിയേറ്ററിൽ നല്ല ചിരി. ഞാൻ പോയ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു, ഇഷ്ടം പോലെ ചിരിയായിരുന്നു. കാരണം വെച്ചാൽ ഇവർ തമ്മിലുള്ള 2 സൈക്കോപാത്ത് വേവുകളായിരുന്നു. ഗംഭീരമായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര കിട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഫഹദ് ഫാസിൽ ഒരു സൈഡ് അല്ലു അർജുൻ ഡൗൺ ആകുമ്പം മറ്റേ സൈഡിൽ ഫഹദ് ഫാസിൽ അങ്ങ് കത്തി കയറുകയാണ്. വീണ്ടും അങ്ങനെയാണ്, ഇങ്ങനെ താന്തം പൊങ്ങി അങ്ങനത്തെ ഗ്രാഫ് പോലെയാണ് സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഗംഭീരം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇൻ്റർവെല്ലും അടിപൊളി വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് ചെറിയൊരു നിരാശ തോന്നിയത്. ഇതിൻ്റെ സിനിമയുടെ ക്ലൈമാക്സ് എന്തോ പോലെ അങ്ങ് ആയിപ്പോയതില്ല. അപ്പോൾ പുഷ്പ 3ക്ക് ഒരു ഇതുണ്ട്, 3 ഉണ്ട് സിനിമ. പക്ഷേ ഇനി ക്ലൈമാക്സും കൂടെ എത്തുകൂടെ നന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് പറയണം. എന്ന് വെച്ചാൽ ഗംഭീരമെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്കിത് ഒരു എബോ ആവറേജിട്ടാണ് എനിക്ക് സിനിമ കണ്ട ഒരു പ്രേക്ഷകനെന്ന് എനിക്ക് തോന്നിയത് സിനിമ കണ്ടതിന് ശേഷം. പക്ഷേ സിനിമ കൊള്ളാം, കഥയെല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആക്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല, ലോജിക്കെല്ലാം മാറ്റി വെച്ചിട്ടേ കാണാൻ പോകാവൂ. പിന്നെ അല്ലു അർജുൻ്റെ മാസ് മര്യാദ ഡയലോഗുകളും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും എല്ലാം ഗംഭീരമായിട്ട് വന്ന ഒരു കിടിലം സിനിമ തന്നെ പറഞ്ഞിരിക്കുന്നു. പുഷ്പ ദി റൂൾ എന്നാണ് സിനിമ. അപ്പം വൈകാതെ ഇനി പുഷ്പ 3യും വരും. അതിൻ്റെ പുഷ്പ 3 ദി റാംപേജ് എന്നും പറഞ്ഞാണ് എഴുതി കാണിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സിലാണ് എനിക്ക് ഒരു നിരാശയായിട്ട് തോന്നിയത്. അത്രമാത്രം എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാൻ തോന്നിയിട്ടുള്ളൂ. ഓവറോൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു എബോ ആവറേജ്, ഒരു പ്രേക്ഷകരെന്ന നിലയിൽ ഞാൻ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്കൊരു എബോ ആവറേജ് ആയിട്ടാണ് സിനിമ തോന്നിയത്. പക്ഷേ ഫഹദ് ഫാസിലും അല്ലു അർജുനും ഗംഭീരമുണ്ട്. കാരണം വെച്ചാൽ ഒരു രക്ഷയില്ല. അവർ തമ്മിലുള്ള സീനൊക്കെ വരുമ്പം തിയേറ്ററിൽ കിട്ടുന്ന ഒരു പീക്ക് ലെവലുണ്ട്. തിയേറ്ററിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ എക്സ്പീരിയൻസ്. അവരെ വരുമ്പം ഈ ഫേസ് ടു ഫേസൊക്കെ വരുമ്പം ആകാംക്ഷയാണ്. തിയേറ്ററിൽ നല്ല കൈയടി ഉണ്ടായിരുന്നു. ചില നേരത്ത് ഫഹദ് ഫാസിലെ രംഗ തന്നെയായിരുന്നു. അത്രയ്ക്ക് സൈക്കോപത്തായിരുന്നു ഫസ്റ്റ് ഹാഫൊക്കെ. അതുപോലെ തന്നെ അല്ലു അർജുനും ഒരു ഒന്നിനൊന്നിനും മെച്ചമൊന്നുമില്ല. പിന്നെ ജിസ്ജോയുടെ ശബ്ദം അത് മസ്റ്റാണ്. ആ ശബ്ദം എന്ന് പറയണത് അത് ഒറിജിനൽ, ഇനി അല്ലു അർജുൻ ഒറിജിനൽ വോയിസ് ആയിട്ട് ഇങ്ങനെ വന്നാൽ പോലും ജിസ്ജോയുടെ ശബ്ദം അത് അല്ലു അർജുൻ്റെ തന്നെയാണ് എന്നാണ് എല്ലാവരും, അതങ്ങനെ തന്നെയാണ് അന്നും ഇല്ല ഇന്നും വരെ. അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ പുഷ്പ ദി റൂള് ഒരു എബോ ആവറേജ് ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.